പ്രൈസ് ലോർഡ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം. ഇതു സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആർ? അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പായ്ക്കപ്പലുകൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കടലിലൂടെ പോകുന്ന ആ ഒരു കാഴ്ച അതിമനോഹരമാണ്. എന്നാൽ അതിനേക്കാളേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ പായ്ക്കപ്പലിൻ്റെ സഞ്ചാരത്തിൻ്റെ പിന്നിൽ ആ ഒരു കപ്പിത്താൻ്റെ അതീവ ശ്രദ്ധയും ബുദ്ധിപരമായ നീക്കങ്ങളും തന്ത്രപരമായ ചില പെട്ടെന്നുള്ള ഇടപെടലുകളുമൊക്കെയാണ് ഈ പായ്ക്കപ്പൽ കടലിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റ് പിന്നിൽ നിന്നാണ് അടിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കപ്പൽ സുന്ദരമായിട്ട് മുന്നോട്ടേക്ക് നീങ്ങും. ഇനി സൈഡിൽ നിന്നാണെങ്കിലും ഈ പായ്ക്കപ്പൽ സഞ്ചരിച്ച് പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ കാറ്റടിക്കുന്നത് മുന്നിൽ നിന്നാണെങ്കിലും ആ ഒരു സമയത്ത് വളരെ ബുദ്ധിപരമായ ഒരു നീക്കം കപ്പിത്താൻ നടത്തിയേ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ ആ കപ്പൽ മുങ്ങിപ്പോകുവാനോ അപകടങ്ങൾ സംഭവിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ഒരു നിമിഷം എടുക്കുന്ന തീരുമാനം വളരെ സങ്കീർണമാണ്. പെട്ടെന്ന് തന്നെ കപ്പലിലെ പായകളുടെ സ്ഥാനങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തി പ്രതികൂലമായ കാറ്റിനെ തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ മാറ്റിയെടുക്കുവാനായിട്ട് നല്ല ഒരു കപ്പിത്താൻ ശ്രമിക്കുന്നുണ്ട്. അതെ, അവിടെ ഒരിക്കലും ലക്ഷ്യം മാറുന്നില്ല. പലപ്പോഴും നമ്മൾ പരാതി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതം വിജയിച്ച് മുന്നേറുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയും കാറ്റ് അനുകൂലമാണ്. എന്നാൽ പരാജയങ്ങളോ കഷ്ടതകളോ നഷ്ടങ്ങളോ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ നിമിഷം തന്നെ നമ്മൾ പറയും നമ്മുടെ കാറ്റ് നമുക്കെതിരെ പ്രതികൂലമായി വീശുന്നുണ്ട് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തിലെ ഈ അനുകൂലമായ കാറ്റുകളും പ്രതികൂലമായ കാറ്റുകളും? ശരിക്കും ആ പായ്ക്കപ്പലിൻ്റെ സഞ്ചാരം നാം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പ്രതികൂലമായ കാറ്റിനെ അനുകൂലമാക്കി എടുക്കുവാൻ ആ കപ്പിത്താൻ കാണിക്കുന്ന ചില ശ്രദ്ധ തിരിക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കപ്പലിനെ യഥാർത്ഥമായ പാതയിൽ സഞ്ചരിക്കുവാനായിട്ട് സഹായിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും സുഗമമായ സഞ്ചാരത്തിന് അത്യാവശ്യം ദൈവത്തിൻ്റെ പദ്ധതികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിത വിജയത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. തടസ്സങ്ങൾ പോലും സ്വന്തം മാർഗത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന പദ്ധതികളാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇത്തരം നടുക്കടലിൽ കിടന്നുകൊണ്ട് നട്ടം തിരിയേണ്ടുന്ന യാതൊരു കാര്യമില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ് ഇവിടെ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് എതിരെ അടിക്കുന്ന കാറ്റുകളെ അതിനെ ഉപയോഗപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലമായ സഞ്ചാരത്തെ അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ യഥാസമയം ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന തിരിച്ചടികൾ, ചില പ്രതിസന്ധികൾ, അത് ഒന്നും നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല എന്ന് നാം ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മുൻനിർത്തി നമ്മുടെ യാത്ര ക്രമീകരിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ തല ഉയർത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നത്. ഒരു കാര്യം കൂടി വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ, നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ കർത്താവുണ്ടെന്ന് കരുതി ഒരിക്കലും നമുക്ക് പ്രതികൂലമായ കാറ്റുകളെ നേരിടേണ്ടി വരില്ല എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. മറിച്ച് ഒരു കൊടുങ്കാറ്റിനും നമ്മുടെ പടകിനെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് ഇത്തരം വൈതരണികളെ, ഇത്തരം പരാജയങ്ങളെ തകർത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ മുമ്പിൽ വരുന്ന പരാജയങ്ങളെ ചവിട്ടുപടികളാക്കി ഉയർന്നു കയറുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.